തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വല വിജയത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ലക്ഷ്യമിട്ട് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വ ക്യാമ്പ് നാളെയും മറ്റന്നാളും വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്നു. പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, APCC ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ, MP-മാർ, MLA-മാർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം UDF-നുണ്ടെന്ന് APCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ആളെ CPM പണം നൽകി സ്വാധീനിച്ചാണ് അവർക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ അംഗം പിന്നീട് രാജിവെച്ചു. ആ അംഗത്തിൻ്റെ തന്നെ ഫോൺ സന്ദേശം കോൺഗ്രസ് നേതാവ് മുസ്തഫയുമായിട്ട് ഈ രാജിവെച്ച അംഗം നേരത്തെ നടത്തിയ ഫോൺ സന്ദേശത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 50 ലക്ഷം രൂപയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഓഫറുകൾ വന്നിട്ടുണ്ട്. ഞാൻ അതിലൊന്ന് സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം വോട്ട് മാറ്റി ചെയ്യിച്ചതാണ്. CPM കുതിര കച്ചവടത്തിനാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും കുതിര കച്ചവടത്തിലൂടെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ മറച്ചു പിടിക്കാനാണ് പരിശ്രമിക്കുന്നത്. മറ്റത്തൂരിലും സംഭവിച്ചത് മറ്റൊന്നല്ല. UDF-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ചയാളെയാണ്, UDF പ്രസിഡന്റാക്കാൻ നിശ്ചയിച്ച വ്യക്തിയാണ്. നറുക്കെടുപ്പ് വരുന്ന സ്ഥലത്ത് അവിടെയും CPM ചാക്കിട്ട് പിടിച്ച് കാലുമാറ്റത്തിന് പ്രോത്സാഹനം നൽകി അവരുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ ശ്രമിച്ചത്. ഈ രണ്ട് സംഭവങ്ങളും തെളിയിക്കുന്ന അവരുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകളാണ്. വടക്കാഞ്ചേരിയിലെ സംഭവത്തിൽ കോൺഗ്രസ് KPCCയുടെ ജനറൽ സെക്രട്ടറി തന്നെ പോലീസിന്, വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ ഉചിതമായ അന്വേഷണം നടക്കണം. ഈ സംഭവത്തിൻ്റെ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരണം. പ്രതികളെ അറസ്റ്റ് ചെയ്യണം. നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. ഈ ഗുരുതരമായിട്ടുള്ള ഈ കൂറുമാറ്റത്തിന് പ്രേരണ നൽകിയ, കുതിരക്കച്ചവടത്തെ പ്രോത്സാഹിപ്പിച്ച CPM നേതാക്കൾക്കെതിരെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുന്നതിന് പകരം അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ യഥാർത്ഥ പ്രതികളായിട്ട് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് കോടതി റിമാൻഡ് ചെയ്ത് പലവട്ടം ജാമ്യാപേക്ഷ നിരസിച്ച കേസിലെ പ്രതികളെ CPM ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് ഒരു ചെറിയ ശിക്ഷാ നടപടി പോലും സ്വീകരിക്കാതെ അവരെ സംരക്ഷിക്കുകയാണ്. അവർക്കെതിരെ കമായ എന്നൊരക്ഷരം CPM നേതാക്കന്മാർ പറയുന്നില്ല. അവർക്ക് ഒരു അച്ചടക്ക നടപടിയുടെ ഒരു വിശദീകരണ നോട്ടീസ് പോലും അവർക്ക് നൽകാൻ CPM നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അവരെ സംരക്ഷിക്കുകയാണ്. എന്നാൽ ശബരിമല കേസിലെ പ്രതി കണ്ടതിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ ഇപ്പോൾ CPM-ഉം BJP-യും ഒത്തുചേർന്ന് പരിശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കവർന്നെടുത്തവരെ രക്ഷിക്കാനും മറ്റുള്ളവരെ, നിരപരാധികളെ ശിക്ഷിക്കാനുമാണ് ഭരണ സംവിധാനത്തെ പോലും ദുരുപയോഗപ്പെടുത്താൻ CPM നേതാക്കന്മാർ ശ്രമിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ശബരിമല വിഷയത്തിൽ പറയുന്ന ആക്ഷേപങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. അതിനെ ജനങ്ങൾ അർഹിക്കുന്ന അവഗണനയോടെ തന്നെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാതെ CPM കുതിരക്കച്ചവടം നടത്തുകയാണെന്നും APCC പ്രസിഡന്റ് ആരോപിച്ചു. ശബരിമലയിൽ നടന്നത് വൻ കൊള്ളയാണ്. എന്നാൽ അതിന് ഉത്തരവാദികളായവർക്കെതിരെ ഇതുവരെ CPM നടപടിയെടുത്തിട്ടില്ല. അതിനു പകരം പാർട്ടി അവരെ സംരക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള പലരും കോൺഗ്രസിൽ ഉണ്ട്. അതിൽ ഒരാളെ അതിൻ്റെ സമയമാകുമ്പോൾ പാർട്ടി ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരമായി KPCC പ്രസിഡന്റ് പറഞ്ഞു. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.